തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെ ഉയർന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം. മലിനജല പ്ലാന്റും ആശുപത്രി പരിസരവും പരിശോധിച്ച കമ്മീഷൻ അംഗം വി.കെ. ബീനകുമാരി പരാതികളിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം നൽകി. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 14 കോടി രൂപ ചിലവഴിച്ച് 6 വർഷം മുൻപ് നിർമ്മിച്ച മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെയാണ് പരാതി. നിർമ്മാണത്തിലെ അപാകതകൾ മൂലം കക്കൂസ് മാലിന്യങ്ങളടക്കം ആശുപത്രി പരിസരത്തൊഴുകുന്നതായി ചൂണ്ടിക്കാട്ടി KPCC അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് 2021 പരാതി നൽകിയത്. എന്നാൽ 2 വർഷം മുൻപ് നൽകിയ പരാതിയിന്മേൽ നടപടി സ്വീകരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധന നടത്തിയത്. തുറന്നു കിടക്കുന്ന പോണ്ടിൽ എയറേഷൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് വലയിടണം. എയറേഷനും നടക്കും, കൊതുക് കയറുകയില്ല. ഇല്ലെങ്കിൽ ഡെങ്കി ഫീവർ എല്ലായിടത്തും പരന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് ചെയ്യാമെന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ കോൺട്രാക്ടർ എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇവിടുത്തെ സീവേജ് പ്ലാന്റിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ കാര്യക്ഷമമാക്കണം. വാർഡുകൾ സന്ദർശിച്ചു. അപ്പോൾ അവിടെ വാർഡുകളൊക്കെ നല്ല നീറ്റാണ്. ബാത്റൂമാണ് പ്രശ്നം. അത് പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റിട്ടുണ്ട്. അത് ഇവിടുത്തെ ഹെൽത്ത് ഓഫീസർ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് പറയുന്നുണ്ട്. ആശുപത്രി പരിസരവും മലിനജല പ്ലാന്റും സന്ദർശിച്ച ബീനകുമാരി പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും പ്രിൻസിപ്പലിനോടും നിർദ്ദേശിച്ചു. ആശുപത്രിയിലെ വാർഡുകളിലും പരിശോധന നടത്തി. സാംക്രമിക ജലജന്യ രോഗങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നും വി.കെ. ബീനകുമാരി പറഞ്ഞു. ഞങ്ങളുടെ നിരവധി പരാതികൾ ഈ മേഖലയിലെ ജനവാസ മേഖലയിൽ സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനും അതുപോലെ തന്നെ വേസ്റ്റ് വെള്ളം ഒരു തുള്ളി പോലും പുറത്തു പോകാത്ത രീതിയിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെസ്റ്റ് ആശുപത്രിയിലെ തൊട്ടടുത്ത ചെസ്റ്റ് ആശുപത്രിയിലെ കൂടി മാലിന്യങ്ങൾ സംസ്കരിക്കാനും ഖരമാലിന്യങ്ങൾ കൂടി സംസ്കരിക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനും ആവശ്യപ്പെട്ട് വീണ്ടും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നുള്ള മലിനജലം പുറത്തേക്കൊഴുകുന്നത് മൂലം അവണൂർ പഞ്ചായത്ത് 3-ാം വാർഡിലെ ഉത്രംകുളങ്ങര മേഖലയിലെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. ജലാശയങ്ങളിലേക്കടക്കം മലിനജലം ഒഴുകിയെത്തുന്നു എന്ന പരാതി കൂടി കണക്കിലെടുത്താണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. ന്യൂസ് മലയാളം, തൃശൂർ.